അപ്പം നമ്മൾ ദളപതിൻ്റെ ലാസ്റ്റ് മൂവിക്ക് പോയാലോ? തമിഴ്നാടിൻ്റെ CM ആവുന്നതിന് മുന്നേയുള്ള ലാസ്റ്റ് പടമാണ് വിജയണ്ണൻ്റെ, നമ്മുടെ ജനനായകൻ എന്ന് പറയുന്നത്. ഈ കാലം നമ്മുടെ മനസ്സിൽ ഇടം പിടിച്ച വിജയണ്ണൻ്റെ ലാസ്റ്റ് മൂവി നമ്മൾ നോക്കാൻ പോകണ്ടേ? അങ്ങനെ നമ്മളത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്താണെന്നറിയില്ല, എനിക്ക് ഈ ഗൗൺ ഇട്ടപ്പോൾ നന്നായിട്ട് ചേരുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഫൈനലി നമ്മൾ റെഡി ആയിരിക്കുകയാണ്. അപ്പം പതിവ് പോലെ നമ്മൾ ഓട്ടോ പിടിച്ച് പോയി. ഇന്നത്തെ പക്ഷേ ഓട്ടോ എന്ന് പറയുന്നത് കളർഫുൾ ആയിരുന്നു ഗൈസ്. അപ്പോൾ ഇതാണ് നിത്യേച്ചി കേട്ടോ. നിത്യേച്ചിനെ നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഫൈനലി വി റീച്ച്ഡ്. അന്നത്തെ തിയേറ്ററിലായിരുന്നല്ലോ പോയിരുന്നത്, ഇത് കുറച്ച് അടുത്തായിരുന്നു കേട്ടോ. കറക്റ്റ് സമയത്ത് തന്നെ നമ്മൾ എത്തിയിട്ടോ. അപ്പം നമ്മളാണെങ്കിൽ എന്താ പറയുക, മുകൾ ഭാഗത്ത് ആ ഒരു തട്ടിലായിരുന്നു നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പടം ഓക്കെ എന്നുള്ള രീതിയിലായിരുന്നു. കാരണം എന്താ പറയുക, ആ പണ്ടേത്തെ ആ ഒരു വിജയം നമ്മൾ എന്തായാലും മിസ് ചെയ്യും. ഡാൻസ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഇത്ര ഏജിൽ അങ്ങനെ കളിക്കുക എന്നുള്ളത് ഹാറ്റ്സ് ഓഫ്. ആ ഒരു മാസ് ഡയലോഗൊക്കെ കുറച്ച് കുറവായിരുന്നു. പിന്നെയാന്ന് വെച്ചാൽ എന്താ പറയുക, ആ ഒരു ഫൈറ്റ് ഫസ്റ്റ് മുതലേ ഒരു ഫൈറ്റ് ആയിരുന്നു, കുഴപ്പമില്ലാത്തൊരു ഫൈറ്റ് ആയിരുന്നു. എന്താ പറയുക, ഇനി വിജയ് ഇല്ലല്ലോ എന്നറിയുമ്പോൾ ഉള്ള ഒരു ഇമോഷനിലൂടെ നമുക്ക് ആ ഒരു പാഠം കാണാൻ പറ്റി. അത്ര പുറത്തിറങ്ങുമ്പോഴേക്കും നല്ല മഴയായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചൊരു കോഫി കുടിച്ച് പോകാമെന്ന്. അങ്ങനെ കോഫി ഒരു ഷവർമയായി. അങ്ങനെ ഷവർമയും കോഫിയും കുടിച്ച് നമ്മൾ നേരെ ഹോസ്റ്റലിലേക്ക് പോയി.